ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുമാത്രമല്ല രാത്രി യാത്രാ നിരോധനം ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. And these are basic needs. ഇതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. Basic things which are your right. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളാണ്. You should not be begging for a medical college. ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി നിങ്ങൾക്ക് യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. You should not be crying for better roads to access health facilities, educational facilities. നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാകാൻ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകാൻ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് നിലവിളിക്കേണ്ട, കരയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. This is the very least that governments can do for you. നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. Good health services, good educational services, good roads, drinking water, it's the very least. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, കുടിവെള്ളം, ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ട കുറഞ്ഞ കാര്യങ്ങളാണ്. If you look at the level of unemployment today, all the educated young people who are standing here, who are looking for jobs with no prospect of employment. നിങ്ങളിപ്പോൾ ഇന്നത്തെ തൊഴിലില്ലായ്മ അവസ്ഥ നോക്കി. ഇവിടെ വിദ്യാസമ്പന്നരായ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഇന്ന് കാണുന്നില്ല. Because there is no thinking about it. കാരണം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടവർ ചിന്തിക്കുന്നില്ല. There is no focus on manufacturing. ഉൽപാദന മേഖലയിൽ യാതൊരു ശ്രദ്ധയും ഇവിടെ കേന്ദ്രീകരിക്കുന്നില്ല. Focus on agriculture, like over here as I was explaining, how much it can generate jobs. കാരണം ഇവിടെ കാർഷിക മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. മുമ്പ് നിങ്ങളോട് ഞാൻ വിശദീകരിച്ച് തന്നതുപോലെ എത്രമാത്രം കാർഷിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. And the public sector has also been weakened. അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവർ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. Everything that belonged to the people of India, the roads, the ports, the airports, the big public institutions, all of them are being weakened and handed over slowly to big business. നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തൊക്കെയാണോ, നമ്മുടെ റോഡുകൾ, നമ്മുടെ തുറമുഖങ്ങൾ എല്ലാം എന്താ ചെയ്യുന്നത്, അതിനെയെല്ലാം ദുർബലപ്പെടുത്തി അതെല്ലാം ആർക്കാണ്, അതിസമ്പന്നരായ കുറച്ചു പേർക്ക് കൈമാറ്റം ചെയ്യുകയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So I am here today in the context of the by-election, and as you know I am the UDF candidate. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. And I urge you to think about this election at two levels. ഞാൻ നിങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി രണ്ട് തലങ്ങളിൽ ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. The first is, who is going to fight for your needs, put pressure on these governments to get you the better roads? Who is going to create a vision for Wayanad with some focus on food processing, on agriculture, on tourism, which can show the whole world the natural beauty of Wayanad and benefit the people of Wayanad? How are we going to work together to create this new vision and to work hard so that the future of the young people of Wayanad and of all of you is improved? ഒരു തലത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം, നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ഇവിടെ മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ച് നിങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താൻ, അതിനുവേണ്ടി പോരാടാൻ, വയനാടിന് വേണ്ടി ദീർഘദർശനത്തോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ ഒരു വശത്ത് ചിന്തിക്കണം. Who is going to work for you with dedication and respect and love and honesty? നിങ്ങൾക്ക് വേണ്ടി ആരാണോ സ്നേഹത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി, സമർപ്പണത്തോടുകൂടി, ബഹുമാനത്തോടു വേണ്ടി പ്രവർത്തിക്കുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് നിന്ന് ചിന്തിക്കണം, ഒരു തലത്തിൽ ചിന്തിക്കണം. And at another level, I want you to think about where our country stands today. മറ്റൊരു തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. Where the politics of the BJP, which is spread across the country, is a politics of hatred, of anger, of divisiveness and of distraction. അതുമാത്രമല്ല ഈ രാജ്യത്ത് മുഴുവൻ നിലനിൽക്കുന്ന BJPയുടെ വിദ്വേഷത്തിന്റെ, ദേഷ്യത്തിന്റെ, അതുപോലെ വിശ്വസ്തതയില്ലായ്മയുടെ, ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ആ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിന്തിക്കണം. The real issues of the people are not discussed. ഈ real problems are not resolved. ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ഇവിടെ കണ്ടെത്തുന്നില്ല. Unemployment, as I said, is at a high. Prices are rising without any sort of
idea that they might actually stop at some point, they just continue to rise. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ നിരക്കിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ വിലക്കയറ്റം കുതിച്ചുയരുകയാണ്. അതിനെ തടയാനുള്ള ഒരു ആശയവും ഇവിടെ നടപ്പിലാകുന്നില്ല. As I said, basic services are not available. അത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും പോലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് ലഭ്യമല്ല. And the discussion is not about this. Politics is not focused on resolving this. The politics of the BJP is only focused on distracting you from your problems. അത് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റി അല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ബിജെപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണ്. Because its only aim remaining in power, no matter what the cost is. എന്ത് വില കൊടുത്താലും എന്നത് മാത്രമാണ് ബിജെപിയുടെ രാഷ്ട്രീയം. And you have seen that yourselves in Wayanad. അത് നിങ്ങൾ ഈ വയനാട്ടിൽ തന്നെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്. There was a terrible disaster here a few months back. ഇവിടെ അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തം ഏതാനും മാസങ്ങൾ മുമ്പ് ഇവിടെ നടന്നു. When my brother and I visited here, I remember meeting children who had lost their whole families. ഞാനും എൻ്റെ സഹോദരനും കൂടെ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു ജീവിതത്തിലെ കുടുംബാംഗങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. Old grandmothers who had nobody left to look after them. പ്രായമായ മുത്തശ്ശിമാരെ, അവരെ നോക്കാൻ ആരും ഇല്ലാത്ത മുത്തശ്ശിമാരെ ഞങ്ങൾ കണ്ടു. Mothers who had lost every single child. എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട അമ്മമാരെ നമ്മൾ ഇവിടെ കണ്ടു. And yet when it came to give compensation, to send the funds required to help those families, those funds were not sent. അത് മാത്രമല്ല, എന്നിട്ട് നിങ്ങൾക്ക് ആ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകേണ്ട സാഹചര്യം വന്നപ്പോൾ ഇതുവരെ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല. Even a disaster like that, which caused immense pain to people, was politicized by the BJP. ഇങ്ങനെയുള്ള, അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്ര ദുരിതവും വേദനയും ഉണ്ടാക്കിയ ഒരു പ്രകൃതി ദുരന്തത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ബിജെപി ചെയ്തത്. So this is where we stand today. We stand in a place where you have to think about your country, you have to think about your own needs, and you have to think about what kind of politics you want prevalent in the nation. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതേസമയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലിരിക്കുന്നതും അതുകൂടി നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. This vote that you have is the greatest power that the Constitution has given you. നിങ്ങൾ ചെയ്യാൻ പോകുന്ന Stand up for democracy. You have to stand up for your country, and you have to recognize the kind of politics that you are seeing. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട സമയമാണ്. എന്താണോ ശരി അതിനു വേണ്ടി നിൽക്കുന്ന സമയമാണ്. എന്താണോ ഈ രാജ്യത്തെ ഭരണഘടന അതിനു വേണ്ടി നിൽക്കേണ്ട സമയമാണ് ഇന്നത്തെ സമയം എന്ന് പറയുന്നത്. You are my sisters and brothers here in Wayanad. You recognize that my brother was standing for the truth and fighting against huge forces all by himself. You were the first to recognize it. ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളാണ് എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. So I have no doubt in my heart that you know what is good for our nation. എനിക്ക് അതുകൊണ്ട് ഈ രാജ്യത്തിന് നല്ലത് എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ യാതൊരു സംശയവുമില്ല. You know what is right and you will stand for it again. എന്താണ് ശരി എന്ന് നിങ്ങൾക്കറിയാം. എന്താണോ ശരി അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുമെന്നും എനിക്ക് കൃത്യമായി അറിയാം. For me, each one of you represents a sense of duty and responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടുള്ള കടമകളാണ്. എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. Every time you meet me with love,
You hug me, you kiss me, you call me into your homes, you bring me a flower. I know what it means. ഓരോ പ്രാവശ്യം നിങ്ങൾ എന്നെ കാണുമ്പോൾ, നിങ്ങൾ എനിക്ക് സ്നേഹം നൽകുമ്പോൾ, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുമ്പോൾ, നിങ്ങൾ എനിക്ക് ഉമ്മകൾ തരുമ്പോൾ, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നിങ്ങൾ എനിക്കൊരു പൂവ് തരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അതിന് എത്രമാത്രം അർത്ഥമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. It means that you expect a commitment from me. അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നിൽ നിന്നൊരു പ്രതിബദ്ധത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. You expect honesty from me. You expect loyalty from me. എന്നിൽ നിന്ന് സത്യസന്ധത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് വിശ്വസ്തത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. And you expect me to understand what a privilege, what an honor it is for me that you give me your love. നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് തരുന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിശേഷപ്പെട്ട ഒരു സൗഭാഗ്യമാണ്, എത്രമാത്രം വലിയ ആദരവാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. So I want you to know that I fully understand it and I am grateful for you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അതിന് ഞാൻ നിങ്ങളോട് കടപ്പാടുള്ളവളുമാണ്. If you give me the chance to represent you in parliament, I will show you that I can work harder than anybody else for you. I will voice your grievances everywhere. I will fight for you. I will put pressure on the governments, state and the central government, and you will see that you will have by your side a tough fighter who does not back down when your needs are questioned. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലും മറ്റെല്ലാ വേദികളിലും നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നുള്ള ഒരു കരുത്തയായ പോരാളിയെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാത്ത കരുത്തയായ ഒരു പോരാളിയെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. Thank you for waiting for me here today and thank you for listening to me. എനിക്ക് വേണ്ടി ഇവിടെ കാത്തുനിന്നതിനും എന്നെ ശ്രദ്ധിച്ച് കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I hope that with your support I will be able to carry forward all the work that my brother has done here and to show you that so much more can still be done together. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പിന്തുണയോടുകൂടി എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം തുടരാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല അതിലും കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. Thank you. നന്ദി. താങ്ക് യു.